ലോകത്ത് ഇപ്പോൾ ബഹിരാകാശ നിലയങ്ങൾ രണ്ടെണ്ണമാണ് ഉള്ളത്. ഒന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവും മറ്റൊന്ന് ചൈനയുടെ ബഹിരാകാശ നിലയവും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിൽ ഇന്ത്യൻ ബഹിരാകാശ നിലയം വരുന്നുവെന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ അതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചിരിക്കുകയാണ്. സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നതും പരിപാലിക്കുന്നതും വളരെ ശ്രമകരവും പണച്ചെലവുമുള്ള കാര്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഔദ്യോഗികമായി ലഭിച്ചതോടെ 2028 നിലയത്തിന്റെ ആദ്യത്തെ മോഡ്യൂൾ വിക്ഷേപിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ISROയുടെ ഭാഗമായ സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിന്റെ ഡയറക്ടർ നിലേഷ് ദേശായി വെളിപ്പെടുത്തി. 2035 ആകുമ്പോഴേക്കും ബഹിരാകാശ നിലയം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകും. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യത്തിനു കൂടി ഉപയോഗപ്പെടുത്താവുന്ന വിധമാകും ബഹിരാകാശ കേന്ദ്രം വരിക. 2040 ഇന്ത്യക്കാരെ ചന്ദ്രനിൽ ഇറക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ചന്ദ്രനിലേക്കുള്ള യാത്രക്കിടെയുള്ള ട്രാൻസിറ്റ് സ്റ്റേഷനായി ബഹിരാകാശ നിലയം പ്രവർത്തിക്കുമെന്നാണ് നിലേഷ് ദേശായി പറയുന്നത്. 5 മൊഡ്യൂളുകളാകും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന് ഉള്ളത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് 16 മൊഡ്യൂളുകൾ ഉണ്ട്. തുടർച്ചയായുള്ള ബഹിരാകാശ പദ്ധതികളാണ് ISROയുടെ മുന്നിൽ ഉള്ളത്. ഇന്ത്യക്കാരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. വരും വർഷത്തിൽ ആദ്യ പരീക്ഷണ വിക്ഷേപണം നടക്കുമെന്നാണ് കരുതുന്നത്. ഇതിനൊപ്പം ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ശുക്രനിലേക്കും ഇന്ത്യയുടെ ഓർബിറ്റൽ മിഷൻ അയക്കുന്നുണ്ട്. ശുക്രനെ ഭ്രമണം ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശുക്രയാൻ 1 ദൗത്യമാണ് മറ്റൊരു പ്രധാന പദ്ധതി. ഇതിനും കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞു. ശുക്രയാൻ 1 ദൗത്യവും 2028 വിക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നത്. ഭൂമിയെ പോലെ തന്നെയുള്ള ഗ്രഹമായാണ് ശുക്രനെ കണക്കാക്കുന്നത്. ഭൂമി രൂപം കൊണ്ട അതേ സാഹചര്യത്തിലാണ് ശുക്രന് രൂപം കൊണ്ടതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരിക്കൽ വാസയോഗ്യമായ സാഹചര്യമായിരുന്നു ശുക്രനിൽ ഉണ്ടായിരുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശുക്രനെ പറ്റിയുള്ള അധികം വിവരങ്ങൾ ശാസ്ത്രലോകത്തിന് ഇല്ല. ശുക്രനിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് മാറിയതെന്ന് കണ്ടെത്തുകയാണ് ശുക്രൻ ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. മാത്രമല്ല, കൂടുതൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഗ്രഹാന്തര ദൗത്യങ്ങൾക്ക് വേണ്ടിയുള്ള പരിശോധനകളും ഈ ദൗത്യം വഴി നടപ്പിലാക്കും. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.